അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് മാരുതി 800 മോഡൽ വണ്ടിയിൽ നമ്മളെ ചാർജിങ് പോയിൻ്റ് സെറ്റ് ചെയ്യാണ്. സിഗരറ്റ് ലൈറ്റിംഗ് പോയിൻ്റ്, അതുപോലെ തന്നെ ചാർജിങ് പോയിൻ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപയാണ്. അത്യാവശ്യം മോശമില്ലാത്ത ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകു വശത്തായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബറിൻ്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് ഇത് ബാക്ക് വശത്തായിട്ട് വരുന്ന ഒരു ടൈറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. പ്ലാസ്റ്റിക്കിൻ്റെയാണ് മെറ്റീരിയൽ വരുന്നത്. അത് കൂടാതെ 2 പിയാനോ പിൻസ്, ഈ ഒരു പിയാനോ പിൻസ് എന്നാണ് പറയുക. അപ്പോൾ ഈ 2 പിന്ന് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡാഷ്ബോർഡിൽ ഇവിടെ ഒരു ഹോള് കാണും. ഇതാണ് നമ്മൾ പോയിൻ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ലൊക്കേഷനിൽ കാണുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിൽ കാണുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് കൈ കൊണ്ടൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇളകി വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ടിംഗ് ബ്ലേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതേതാണ് നിങ്ങൾക്ക് സ്യൂട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഞാൻ എന്തായാലും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ കുറച്ച് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓൾറെഡി വാങ്ങിച്ചത് കുറച്ച് സൈസ്, അതായത് ഈ ഹോളിൽ കറക്റ്റായിട്ട് സ്യൂട്ടല്ല, അപ്പോൾ കുറച്ച് സൈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഒരു ലൊക്കേഷൻ, ഒരു പോർഷൻ കുറച്ചും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് സാൻഡ് പേപ്പേഴ്സ് വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെയിം കട്ടിങ് ബ്ലേഡ് തന്നെ വെച്ചിട്ട് എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്യുക. ഓവറായിട്ട് കട്ട് ചെയ്യണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ ആവശ്യവും കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഡിവൈസ് അതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് തയ്ച്ചോടും ഇത് കറക്റ്റായിട്ട് സ്യൂട്ടാവുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ഉള്ളിലോട്ട് പോകുന്നില്ല, കുറച്ച് പുറത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഡാഷ്ബോർഡ്, അതായത് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ അടിയിലായിട്ട് നമ്മൾ തല താഴെ ഇട്ട് മുകളിലോട്ട് നോക്കണം, എന്നാലേ ഇത് കാണാൻ പറ്റൂ. അപ്പോൾ ഇവർ ഈ ഒരു ഷേപ്പിലുള്ള 2 വയേഴ്സ്, അതുപോലെ തന്നെ പിന്ന് വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒന്ന് വൈറ്റാണ്, ഒന്ന് ബ്ലാക്കാണ്. അപ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ വരുന്നത് വൈറ്റും ഗ്രീനുമാണ്. അപ്പോൾ അത് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നതിനോട് ഈ വയേഴ്സ് ഓൾറെഡി കമ്പനി കൊടുക്കുന്നതാണ്, നമുക്ക് അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ അവർ ഓൾറെഡി ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഇൻസുലേഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം ബ്ലേഡ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക, വേറെ വയറും കാര്യങ്ങളൊന്നും കട്ട് ആവാതെ നോക്കുക. അപ്പോൾ അതിൻ്റെ 2 വയസ്സാണ് വരിക. ആ 2 വയസ്സും നമ്മൾ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടിവശത്തോടു കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ 2 വയേഴ്സ് വരുന്നത്. അപ്പോൾ ഒന്ന് ഫ്ലാറ്റായിട്ടുള്ളതും ഒന്ന് റൗണ്ടായിട്ടുള്ള ഷേപ്പിലുള്ള വയേഴ്സാണ് വരിക. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അവിടെ ചാർജിങ് പോയിൻറ്റിലോട്ട് എത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൽ കറക്റ്റ് സൂട്ടാവുന്ന തരത്തിലുള്ള പ്ലഗ് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലുള്ളത് ഈ ഒരു വൈറ്റ് കളറിൽ വരുന്നത് പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്ലാറ്റായിട്ട്, അതായത് ഗ്രീനിൻ്റെ ഇൻസുലേഷൻ ഉള്ളത് നെഗറ്റീവാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത്, ഞാനിപ്പോൾ ഈ വാങ്ങിച്ച ആ ഒരു ഡിവൈസിൻ്റെ പുറകുവശത്തായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു പിന്നാണുള്ളത്. അപ്പോൾ കറക്റ്റ് അതിന് സ്യൂട്ടാവുന്ന പിന്നുള്ളത് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ക്വാളിറ്റി മോശമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വയേഴ്സ് ഇപ്പോൾ ഒരു അഡീഷണൽ വയേഴ്സ് എടുത്തിട്ടുണ്ട്. കുറച്ച് ക്വാളിറ്റിയുള്ള വയർ തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ ഈ പിന്ന് വരുന്നത് നമ്മൾ അഴിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കമ്പനി തരുന്നൊരു പിന്നാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് പുറകുവശത്ത് ജസ്റ്റ് ഒന്ന് തള്ളുകയാണ്. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, റബ്ബർ ഫിനിഷിംഗ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പിയാനോ പിന്നെ നമ്മൾ പുറത്തോട്ട് വരും. അപ്പോൾ അതിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുക, പ്ലേയേഴ്സ് വെച്ചിട്ട് അകത്തി കൊടുക്കുക. അപ്പോൾ തന്നെ ഈ വയറ്, നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞ വയർ ഒന്ന് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് ഇതുപോലെ ഉള്ളോട്ട് തള്ളി വെക്കുക. പ്ലേയേഴ്സ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ 2 പിന്ന് വരുന്നുണ്ട് അതിൽ, അത് 2ഉം ബെൻഡാക്കിയിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ അതിൻ്റെ ക്യാപ്പ് ഇടുന്നതോടുകൂടി ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇതുപോലെ കയറ്റി വെക്കുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ രണ്ടാമത്തെ പിന്നും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. 2 വയസ്സാണ് വരുന്നത്. കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് 2 ടൈപ്പിലുള്ള കളേഴ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണം പോസിറ്റീവിലോട്ടും ഒന്ന് നെഗറ്റീവിലോട്ടും കൊടുക്കണം. അപ്പോൾ ഈ ഞാൻ വാങ്ങിച്ച പിന്ന് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു അഡീഷണൽ പണിയും കൂടിയുണ്ട്. അപ്പോൾ ഞാനിവിടെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും വയേഴ്സ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിലോടുകൂടി ഇടുക, ഒന്ന് പ്രസ് ചെയ്യുക, അതിന് ശേഷം 2-3 പ്രാവശ്യം തിരിക്കുക. അപ്പോൾ തിരിച്ചിട്ട് മാക്സിമം അത് ഉള്ളോട്ട് പോയതിന് ശേഷം ഈ ഒരു നമ്മൾ ടൈറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് അത് കമ്പനി തരുന്നത്. അപ്പോൾ ആ ഒരു ത്രെഡ് മാക്സിമം ഉള്ളോട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ആ പുറകുവശത്തോടു കൂടി വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പുറകുവശത്തോടു കൂടി അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഉള്ളോട്ട് കയറി നിന്നിട്ടുണ്ട്, മാക്സിമം ഉള്ളോട്ട് കയറി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ 2 വയസ്സിൻ്റെയും അകത്തോടു കൂടി ഇടുക. പുറകുവശത്തു നിന്നാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. കറക്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പുറകുവശത്ത് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്യുക, മാക്സിമം ടൈറ്റ് ചെയ്യുക. അപ്പം ഷെയ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പിന്നിൻ്റെ എൻഡിൽ ആ ഒരു പിന്നിലോട്ട് കണക്ട് ചെയ്യേണ്ട ഒരു 2 പിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത് പിയാനോ പിന്നാണ്. പിയാനോ പിന്ന് നമ്മൾ ബെൻഡ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വയർ കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് അഡീഷണലായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് ഊരിയെടുക്കാം. വയറിങ്ങും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യുന്നില്ല, അല്ല ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്ന അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു നോർമലുള്ളൊരു പിന്ന് ഇതാ ഈ റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പിന്ന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഇതുപോലെ ചെയ്ത് വെച്ചു, രണ്ടാമത്തത് ഫ്ലാറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കാരണം 2 റൗണ്ട് ഷേപ്പിലുള്ളതും ഫ്ലാറ്റ് ഷേപ്പിലുള്ളതുമാണ്. 2 അതിൻ്റെ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഇതേ 2 ഷേപ്പിലാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇത് ഫ്ലാറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന ആയിരുന്നു അത് നമ്മൾ ഇവിടെ ഫ്ലാറ്റായിട്ടുള്ളതും അതുപോലെ തന്നെ എൻഡിൽ റൗണ്ടായിട്ടുള്ള 2 ഷേപ്പിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും, നിങ്ങൾ ഷോപ്പിൽ ചോദിച്ച് നോക്കുക. അപ്പോൾ ഈ പിന്നെ നമ്മൾ ഈ 2 ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ കാറിലോട്ട് ജോയിൻ്റ് ചെയ്യേണ്ട ആ 2 വയറും ഒന്ന് പിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ പിരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള 2 വയേഴ്സും അതിൻ്റെ പിന്നും ഇതിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പോസിറ്റീവിൻ്റെ അടുക്കെ ആ റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പിന്ന് പോസിറ്റീവിൽ കണക്ട് ചെയ്യുക. ഇതുപോലെ വെക്കുക. നമ്മുടെ പ്ലെയർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് ഫ്ലാറ്റായിട്ടുള്ള ആ ഒരു പിന്ന് സെറ്റ് ചെയ്യാണ്. അതിപ്പോൾ ഉള്ളോട്ട് കയറ്റി വെച്ചിട്ട് ഇതിപ്പോൾ ഒന്നാമത്തെ ചെയ്തു. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലാണ്, അത് പോസിറ്റീവാണ് വരുന്നത്. അത് ഈ കാണുന്ന റൗണ്ട് ഷേപ്പിൻ്റെ അകത്തോടാണ് നമ്മൾ കയറ്റി വെക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പിലോട്ട് ഈ പിന്ന് മാറ്റിയെടുത്തത്. പിയാനോ പിന്ന് എന്നാണ് ഇതിന് പേര്. അത് നമ്മൾ ജസ്റ്റ് ബെൻഡൊക്കെ ചെയ്തിട്ട് കറക്റ്റ് അതിന് സൂട്ടാവുന്ന രീതിയിലാക്കിയെടുത്താണ്. ഇതിൽ റെഡിമെയ്ഡ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഈ 2 പിന്നിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരുന്നതാണ്. അപ്പോൾ 2ഉം കറക്റ്റായിട്ട് ഷേപ്പിലോട്ട് ചെയ്ത് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക, അധികം ലൂസാവാത്ത രീതിയിൽ ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ 2ഉം കറക്റ്റായിട്ട് 2 ഷേപ്പിലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് പോസിറ്റീവ്. അത് ഈ റൗണ്ട് ഷേപ്പിൽ കറക്റ്റായിട്ട് നമ്മൾ കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് സൂട്ടാണ്, ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്.
അപ്പോൾ അതിനുശേഷം രണ്ടാമത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ളത്, അതായത് നെഗറ്റീവ് വരുന്നത്, അതായത് വൈറ്റ് വയർ പോസിറ്റീവും ബ്ലാക്ക് വയർ നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന മൂലം ഈ പിൻ നിങ്ങൾക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ജോയിൻറ്റ് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം രണ്ട് ജോയിൻറ്റ് ചെയ്തിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ചാർജർ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാണ്. കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഇൻസുലേറ്റ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ്, കമൻറ്റ്സ് എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ സാധനം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.